ശാന്തിഗിരി ആശ്രമ സ്ഥാപകൻ കരുണാകര ഗുരുവിന്റെ ജീവിതമുദ്രകൾ പതിഞ്ഞ 25 ത്യാഗഭൂമികളിലൂടെ ശിഷ്യപരമ്പര നടത്തുന്ന അവധൂതയാത്ര ശിവഗിരിയിലെത്തി. ഗുരുവിന്റെ ആത്മീയയാത്ര വഴികളിലൂടെയുള്ള അവധൂതയാത്രയ്ക്ക് ബുധനാഴ്ചയാണ് തുടക്കമായത്. ശാന്തിഗിരി ആശ്രമ പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസി, ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി എന്നിവരുടെ നേതൃത്വത്തിൽ 250ഓളം പേർ യാത്രാസംഘത്തിലുണ്ട്. ശിവഗിരിയിലെത്തിയ സംഘത്തെ ശ്രീനാരായണ ധർമ്മസംഘം ട്രഷറർ സ്വാമി ശാരദാനന്ദ സ്വീകരിച്ചു. സമാധി മണ്ഡപത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം ശാരദാ മഠത്തിൽ ഒത്തുകൂടി. സസ്യലംഘത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ മാനവിക ദർശനത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി അത് പ്രവൃത്തി പദത്തിലെത്തിച്ച് സമൂഹത്തെ നന്മയോടെ നയിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തിയ ജീവിതമായിരുന്നു കരുണാകര ഗുരുവിന്റെയെന്ന് സ്വാമി പറഞ്ഞു. കരുണാകര ഗുരുവിന്റെ ജീവിതയാത്രയിലൂടെ ശിഷ്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഗുരു ലാഭത്തിനതകുന്ന യാത്രയാണെന്നും അതിലൂടെ ഗുരുത്വം ലഭിക്കുമെന്നും ട്രഷറർ സ്വാമി ശാരദാനന്ദ പറഞ്ഞു. ശാന്തിഗിരിയെയും ശിവഗിരിയെയും ആത്മീയമായൊരു കാണാച്ചരട് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്നും അഭേദ്യമായ ആ ബന്ധം എക്കാലവും തുടരുമെന്നും മറുപടി പ്രസംഗത്തിൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പറഞ്ഞു. കരുണാകര ഗുരു ഇവിടെ 17 വർഷക്കാലം നീണ്ട സേവനം ചെയ്ത സ്ഥലമാണ്. ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഈ അവധൂത യാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശിവഗിരിയിലെ സന്യാസിമാരുടെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്രാസംഘം വർക്കലയിൽ നിന്നും യാത്ര തിരിച്ചു. ഭാരത് വിഷൻ, വർക്കല.